ഹായ് ഓൾ, വെൽക്കം ടു മീറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മളുടെ യൂണിഫോം പോസ്റ്റുകൾ. നമുക്കറിയാം, ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയാണ് നമ്മുടെ യൂണിഫോം പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, അതുപോലെ സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, പിന്നെ ഫയർമാൻ, ഇതെല്ലാവരും തന്നെ മിക്ക ആളുകളും ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യണം എന്ന ആഗ്രഹമുള്ളവരായിരിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് എൻ്റെ ഫിസിക്കൽ വരുന്നത്, എങ്ങനെയാണ് എന്തെല്ലാം കടമ്പകളാണ് നമ്മൾ ഈ ജോലികൾ പ്രവേശിക്കുന്ന മുന്നേ നമ്മൾ ചെയ്യേണ്ടത് എന്നെല്ലാമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു +2 ലെവൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വരുന്നുണ്ട്, സിവിൽ എക്സൈസ് ഓഫീസർ വരുന്നുണ്ട്, അതുപോലെ സിവിൽ പോലീസ് ഓഫീസർ വരുന്നുണ്ട്, ഫയർമാൻ. അതുപോലെ ഇപ്പോൾ നമ്മളുടെ ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ SI അല്ലെ, നമ്മളുടെ ആ ഒരു രീതിയിലുള്ള പോസ്റ്റുകളാണ്, നമുക്ക് സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകളൊക്കെയാണ് നമുക്ക് അതിൽ മെയിനായിട്ട് വരുന്നത്. നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു യൂണിഫോം പോസ്റ്റ് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആയിക്കോട്ടെ, സിവിൽ എക്സൈസ് ഓഫീസർ ആയിക്കോട്ടെ, സിവിൽ പോലീസ് ഓഫീസർ ആയിക്കോട്ടെ, ഫയർമാൻ ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ നമുക്കിപ്പോൾ വരുമ്പോൾ എന്താണ്, +2 ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇപ്പം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്കറിയാം, നമ്മളുടെ ഈ വരുന്ന നമ്മളുടെ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ വരുന്നുണ്ട്. നമുക്ക് ഏതാണ് ഈ വരുന്ന ജാനുവരി 24-ാം തീയതിയാണ് നമുക്ക് എക്സാം വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഏതാ വരുന്നത്, നമ്മളുടെ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ വരുന്നുണ്ട്. അത് നമുക്ക് എന്താ വരുന്നത്, ഫെബ്രുവരി 7-ാം തീയതിയാണ് നമുക്ക് എക്സാം വരുന്നത്. ഇതിപ്പോൾ നമുക്ക് കാറ്റഗറീസ് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ആൺകുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും അല്ലെ, രണ്ട് കൂട്ടർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റൊക്കെയാണ് നമുക്ക് ഇതെല്ലാം തന്നെ വരുന്നത്. യൂണിഫോം പോസ്റ്റ് ആണ്, പക്ഷേ അതിൻ്റെതായ ആ ഡിഗ്നിറ്റിയും കൂടി നമ്മളുടെ ഈ ജോബിന് നമുക്ക് മെയിനായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആണെങ്കിൽ നമുക്കറിയാം, ഈ വരുന്ന ഡിസംബർ 20-ാം തീയതിയാണ് നമുക്ക് എക്സാം വരുന്നത്. ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൺഫർമേഷൻ കൊടുക്കാൻ പറ്റാതെ കുറേ പേരുടെ ചാൻസും പോയിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് ഇതൊക്കെ അറിയാവുന്നതാണ്. 20-ാം തീയതിയാണ് എക്സാം വരുന്നത്. ഇതാണെങ്കിൽ പോലും ഇത്രയധികം നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു മേഖലയാണ് നമ്മളുടെ യൂണിഫോം പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പോൾ പറയുന്നതാണെങ്കിൽ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസ് നോട്ടിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സാലറി സ്കെയിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ, 27,900 രൂപ തുടങ്ങി 63,700 രൂപയാണ് നമ്മളുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് നമുക്ക് വരുന്നത്. ഇത് ഏതൊരു ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് വരുന്നത് ചോദിച്ചെങ്കിൽ എന്താണ്, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് നമുക്കിത് വരുന്നത്. ഇതിനെല്ലാത്തിനും തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഫിസിക്കൽ ടെസ്റ്റും കൂടി വരുന്നുണ്ട്. ഇതിന് നമ്മളുടെ ഏജ് എന്ന് പറയുന്നത് 19 വയസ്സ് തുടങ്ങി 30 വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് എന്ന് പറയുന്നത്. പിന്നെ മെയിൽ കാൻഡിഡേറ്റ്സിനാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരുന്നുണ്ട്, നമുക്ക് എൻഡ്യൂറൻസ് ടെസ്റ്റ് വരുന്നുണ്ട്, നമുക്ക് എന്താണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരുന്നുണ്ട്. നമ്മുടെ 8 കാറ്റഗറി ഉണ്ടാവും. നമുക്ക് ഈ പറയുന്ന പോലെ 100 മീറ്റർ റണ്ണ്, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പുട്ടിംഗ് ദ ഷോട്ട്, ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ, റോപ്പ്, പുള്ളപ്സോ ചിന്നിങ്, 1500 മീറ്റർ റണ്ണ്. ഇതിൽ നിന്ന് നമുക്ക് ഏതാണ് 5 ഈവന്റ് എങ്കിലും, 5 ഏതെങ്കിലും ഈ പറഞ്ഞ 8 ഇതിൽ നിന്ന് 5 ഈവന്റ് എങ്കിലും എന്ത് ചെയ്യണം, നമ്മൾ ക്വാളിഫൈ ആയിരിക്കണം. അതുപോലെ എൻഡ്യൂറൻസ് ടെസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. all male candidates shall successfully complete an endurance test of running 2 കിലോമീറ്റർ 13 മിനിറ്റിനുള്ളിൽ 2 കിലോമീറ്റർ ഓടി പൂർത്തിയാക്കണം. ഇതാണ് നമ്മുടെ എൻഡ്യൂറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മളുടെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും വരുന്നുണ്ട്. നമ്മളുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരുന്നുണ്ട്. അത് 9 ഈവന്റ് ആണ്, അതിൽ 5 എണ്ണമാണ് പറയുന്നത്. ഈ പറയുന്നത് അത് തന്നെയാണ്. അതുപോലെ അവർക്കാണെന്ന് നമ്മളുടെ എൻഡ്യൂറൻസ് ടെസ്റ്റ് വരുന്നത് 2 കിലോമീറ്റർ 15 മിനിറ്റിനെയാണ് നമ്മൾ ഓടി തീർക്കേണ്ടത്. ഇത് ഓൾറെഡി നമുക്കെല്ലാം അറിയാം. നമുക്ക് ആദ്യം എക്സാം ആണ്, എക്സാം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ പറയുന്ന ഫിസിക്കൽ ടെസ്റ്റ് ഒക്കെ വരുന്നത്. എക്സാമിനാണെന്നുണ്ടെങ്കിൽ പോലും നേരത്തെ ആയിരുന്നുവെങ്കിൽ നമുക്കൊരു പ്രിലിംസും മെയിൻസ് ഒക്കെ ആയിട്ട് നോക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നോക്കുമ്പോൾ മിക്ക നമ്മളുടെ +2 ലെവൽ എക്സാം ആണെങ്കിലും ഒറ്റ എക്സാം ആയിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പൊ അത് മെയിൻ ആയിട്ട് വരുന്ന പോയിന്റ് ആണ്, ഒറ്റ എക്സാം മതി. പിന്നെ നമുക്ക് വരുന്നത് ഫിസിക്കലിന് മാത്രം നമ്മൾ ട്രൈ ചെയ്താൽ മതി. ഫിസിക്കലി നമുക്ക് ഈ പറയുന്ന പ്രിലിംസ്, മെയിൻസ് അങ്ങനെ നമുക്ക് വരുമ്പോൾ കുറച്ചും ടൈം എടുക്കും. ഇതെന്ന് പറയുന്നത് നമുക്ക് അത്രയും ടൈം എടുക്കുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് എക്സാംസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതപ്പോൾ ഈ ഒരു ചാൻസ് ആരും കളയരുത്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നമുക്ക് എക്സാം വരികയാണ്. നമ്മൾ ഡിസംബർ 20-ാം തീയതിയാണ് നമുക്ക് എക്സാം വരുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അതിനുവേണ്ടി നന്നായിട്ട് പഠിക്കാനും കൂടി ശ്രമിക്കുക. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മളുടെ സിവിൽ പോലീസ് ഓഫീസർ ആണ്. അത് നമുക്ക് വരുന്നത് കേരള പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റിലാണ് വരുന്നത്. 31,100 മുതൽ 66,800 രൂപയാണ് സ്കെയിൽ ഓഫ് പേ. അതുപോലെ നമ്മളുടെ ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് തുടങ്ങി 26 വയസ്സാണ് നമ്മളുടെ ഏജ് ലിമിറ്റ് വരുന്നത്. ഇതാണ് നമ്മുടെ CPO പോസ്റ്റ് നമുക്ക് വരുന്നത്. ഇവിടെയാണെങ്കിൽ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ, ഹൈറ്റ്
168 ആണ് ഹൈറ്റ്. ചെസ്റ്റിനാണെന്നുണ്ടെങ്കിൽ മിനിമം 81 സെന്റിമീറ്റർ ആണ് നമുക്ക് പറയുന്നത്. ഇത് നമുക്ക് ഐ വിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നുണ്ട്. ഡിസ്റ്റന്റ് വിഷനും അതുപോലെ നിയർ വിഷനും വരുന്നുണ്ട്. പിന്നെ നമ്മളുടെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതെന്താണ് നമ്മുടെ ഐസിന് ബേസിൽ എന്തെങ്കിലുമൊക്കെ ടെസ്റ്റുകൾ നമുക്ക് എന്തായാലും ഇതിനെന്തായാലും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതിനെന്തെങ്കിലും പ്രശ്നമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാനും പറ്റില്ല. പക്ഷെ എന്താണ്, കോമ്പറ്റീഷൻ കൂടുതലും ആയിരിക്കും. ഇതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് 5 ഇവന്റ് ആണ്. എല്ലാ ഇവന്റ് പോലെ തന്നെയാണ് 8 ഇവന്റിൽ 5 ഇവന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ എന്തായാലും ക്വാളിഫൈ ആകണം. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് നമ്മളുടെ ഇതേ സെയിം തന്നെയാണ് നമ്മളുടെ സിവിൽ നമ്മുടെ എക്സൈസ് ഓഫീസിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ മറക്കരുത്, ഈ 2026 എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് എക്സാംസിന്റെ കാലമാണ് വരുന്നത്. ആ കൂടെ തന്നെ നമുക്ക് ഈ പറയുന്ന എല്ലാ എക്സാം ഇപ്പൊ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിലാണ് ഇപ്പൊ നമുക്ക് ഈ ഒരു വർഷം ലാസ്റ്റോട് നടക്കുന്നതെങ്കിലും ബാക്കി വരുന്ന എല്ലാ എക്സാംസും എന്താണ് 2026 നമുക്ക് വരുന്നത്. ഇപ്പൊ ഓൾറെഡി നമ്മളുടെ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ കഴിഞ്ഞു അല്ലെ, നമുക്ക് ഓൾറെഡി കഴിഞ്ഞ ആഴ്ച നമുക്ക് അത് കഴിഞ്ഞിരുന്നു. ഇനിയും നമുക്ക് എന്താണ് ചാൻസുകൾ വരാനും നമുക്ക് സാധ്യത കൂടുതലാണ് അല്ലെ. നമുക്കിപ്പോ ഇന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജാനുവരിയിൽ നമ്മുടെ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ വരികയാണ്. അതിനുശേഷം നമുക്ക് ഇപ്പോൾ ഒരു ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ വിളിച്ചു. ഓൾറെഡി എല്ലാവരും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഡിസംബർ 3-ാം തീയതി ആയിരുന്നു അതിൽ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഈ പറഞ്ഞ കാറ്റഗറി വൈസ് നമുക്ക് എന്താണ് ഓരോ വാക്കൻസി കഴിയുന്നതനുസരിച്ച് നമുക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടും നമുക്ക് വൈകിക്കാൻ പറ്റില്ല. പഠിച്ചു തുടങ്ങാം, നല്ല രീതിയിൽ പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ ഫയർമാൻ്റെ ആണ് വരുന്നത്. ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ആണ്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 27,900 രൂപ തുടങ്ങി 63,700 രൂപയാണ് സ്കെയിൽ ഓഫ് പേ. അതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സാണ്, 26 വയസ്സാണ് നമുക്ക് വരുന്നത്. ഇനി ഇതിന്റെ നമ്മളുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൈറ്റ് 65 സെന്റിമീറ്റർ, ജനറൽ കാൻഡിഡേറ്റ്സ് അതുപോലെ SC കാൻഡിഡേറ്റ്സിന് 160 സെന്റിമീറ്റർ, വെയിറ്റ് 50 കിലോ, അതുപോലെ 48, അത് ചെസ്റ്റ് 81 സെന്റിമീറ്റർ 76, ചെസ്റ്റ് എക്സ്പാൻഷൻ 5 സെന്റിമീറ്റർ, മറ്റത് 5 സെന്റിമീറ്റർ. പിന്നെ ഒരു കാര്യം ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് മസ്റ്റ് ഹാവ് പ്രൊഫഷൻസി ഇൻ സ്വിമ്മിങ്, നീന്തൽ അറിഞ്ഞിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം കൂടിയാണ്, നമുക്ക് നീന്തൽ അറിഞ്ഞിരിക്കണം എന്നുള്ളത്. നമുക്കറിയാം അത്ര റിസ്ക് പിടിച്ച ഒരു ജോലിയാണ് നമുക്കത് വരുന്നത്. അപ്പോൾ അത്രയും നല്ല പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും വേണം. അപ്പം അതുകൊണ്ടാണ് അതിന് ഈ ഒരു ക്രൈറ്റീരിയയും കൂടി നിർബന്ധമായിട്ട് പറയുന്നത്. പിന്നെ നമുക്ക് വരുന്ന എന്താണ് നമ്മുടെ വിഷ്വൽ സ്റ്റാൻഡേർഡ്സ്, നമ്മുടെ കണ്ണിന്റെ ഇത് പറയുന്നുണ്ട്. അതെല്ലാത്തിലും നമുക്ക് എല്ലാ യൂണിഫോം പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്കതും നമുക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ എന്താണ് നമുക്ക് വരുന്നത് നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മളുടെ ഓരോ ഈവന്റ്, അതായത് 8 ഈവന്റിൽ നമുക്ക് 5 എണ്ണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ക്വാളിഫൈ ആയിരിക്കണം. ഏതൊക്കെയാ 100 മീറ്റർ റണ്ണ്, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പുട്ടിംഗ് ദ ഷോട്ട്, ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ, ഡ്രോപ്പ്, പുൾ അപ്സ് ഓർ ചിന്നിങ്, 1500 മീറ്റർ റണ്ണ്. ഇതാണ് നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ യൂണിഫോം പോസ്റ്റിന്റെ എല്ലാ ഫിസിക്കൽ ടെസ്റ്റിനെയും ഏകദേശം ഒരേ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് അതുകൊണ്ട് തന്നെ ഒറ്റ ഇതിനു വേണ്ടി നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പോസ്റ്റിലേക്ക് നമുക്ക് എന്താണ് ജോലി സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത്രയും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഏറ്റവും പറ്റിയൊരു ഇതാണ് നമ്മളുടെ ഈ പറയുന്ന എല്ലാ യൂണിഫോം പോസ്റ്റുകളും. അപ്പം അതിനു വേണ്ടി തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, അതിന്റെ ഓൾറെഡി നമുക്ക് വന്നിരിക്കുകയാണ്. നമ്മളുടെ കർമ്മ എന്ന് പറയുന്ന നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ പറയുന്ന നമ്മളുടെ ഡിസംബർ 20-ാം തീയതിയാണ് നമ്മൾ കർമ്മ എന്ന് പറയുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഓൾറെഡി നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് വരാനിരിക്കുന്നതാണ് നമ്മളുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് മിന്റ് PSC നിങ്ങൾക്ക് വേണ്ടിയിട്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കർമ്മ എന്ന് പറയുന്ന കോഴ്സ് റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാവരും താല്പര്യമുള്ള എല്ലാവരും തന്നെ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ പ്ലേ സ്റ്റോറിൽ മിന്റ് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസും ചെയ്യാവുന്നതാണ്. RH005 എന്ന കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളും അവൈലബിൾ ആയിരിക്കും. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, നമ്മളുടെ കോഴ്സൊക്കെ എടുത്ത് നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. കറക്റ്റായ ഒരു മെന്റർഷിപ്പ് ഉണ്ടാവും, നമ്മളുടെ ക്ലാസ്സസ് ഉണ്ടാകും, അതുപോലെ നമ്മളുടെ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്കൊരു ടൈം ടേബിൾ പ്രൊവൈഡ് ചെയ്യും. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയും അതുപോലെ നല്ലൊരു ജോലി വേണം എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടും കൂടി എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത വീഡിയോ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു ആൾ.